മൂന്നാം മോദി സർക്കാരിലെ കേന്ദ്ര മന്ത്രിമാർ ചുമതല ഏറ്റെടുത്തു. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വകുപ്പ് ചുമതലകൾ ഏറ്റെടുത്തു. ഇന്ധനവില വർധന പരിഹരിക്കാൻ കൂടുതൽ പെട്രോളിയം നിക്ഷേപം കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളിലാണ് സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റത്. വകുപ്പുകളെക്കുറിച്ച് പഠിക്കണമെന്നും UKG ക്ലാസ് കയറിയ അനുഭവമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ധനവില വർധന പരിഹരിക്കാൻ കേരളത്തിലുൾപ്പെടെ കൂടുതൽ പെട്രോളിയം നിക്ഷേപം കണ്ടെത്താൻ ശ്രമിക്കും. സിനിമയും മന്ത്രിസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും സിനിമാ സെറ്റുകളിൽ ഓഫീസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി. അമിത്ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എന്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്ക് അതിന് വേണ്ടുന്ന ഒരു കണ്ടിൻജന്റ് സപ്പോർട്ട് അത്ര ഇരട്ടിപ്പിച്ചോ ഇതും നടക്കും. എന്റെ സെറ്റിൽ ഒരു ഓഫീസ് ഉണ്ടാവും. മത്സ്യ, ക്ഷീര, മൃഗസംരക്ഷണ വകുപ്പുകളുടെ ചുമതല കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഏറ്റെടുത്തു. അതല്ല, അതിനെപ്പറ്റി തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട്. പ്രാവശ്യം ഉണ്ടായത് മനസ്സിലായിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. കൂടുതൽ ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ആ രീതിയിലുള്ള ശ്രമം നടത്തും. ക്യാബിനറ്റ് മന്ത്രിമാരായ അമിത്ഷാ, JP നദ്ദ, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കിരൺ റിജിജു, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, മനോഹർ ലാൽ ഖട്ടർ അടക്കമുള്ളവരും ചുമതലയേറ്റു. 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരുമാണ് മൂന്നാം മോദി മന്ത്രിസഭയിലുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി.